നാളെ ഭൂമിയിൽ നിന്ന് മനുഷ്യരാശി മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ വരും തലമുറ എങ്ങനെ അറിയും നമ്മളെങ്ങനെയാണ് നശിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്? അതിനുള്ള ഉത്തരമാണ് എർത്ത്സ് ബ്ലാക്ക് ബോക്സ്. 2021 ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ക്ലൈമറ്റ് ക്രൈസിസ് സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഇതൊരു 16 മീറ്റർ നീളവും 4 മീറ്റർ ഉയരവുമുള്ള ഒരു ഭീമൻ സ്റ്റീൽ സ്ട്രക്ചറാണ്. സോളാർ പവേർഡ് ആണിത്. കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് 2021 തന്നെ. പക്ഷേ ഫുള്ളി ഇൻസ്റ്റോളേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിൻ്റെയും അതിൻ്റെ മെറ്റീരിയലിൻ്റെയൊക്കെ പിന്നെ ലാൻഡ് പെർമിറ്റിൻ്റെയൊക്കെ കാരണത്താൽ ഈ വർഷം തന്നെ എന്തായാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും. ഇത് ടാസ്മാനിയയിൽ, ഓസ്ട്രേലിയയിൽ ക്യൂൻസ്റ്റൗണിലായിരിക്കും വെക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് ഭയങ്കര സിമ്പിളാണ്. അതായത് ഫ്ലൈറ്റുകളിലെല്ലാം ബ്ലാക്ക് ബോക്സ് ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിൻ്റെ ബ്ലാക്ക് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ഡിസിഷൻസ് ആണ് എടുത്തതെന്നുള്ളതും ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് മെയിൻലി കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ്, ഓക്സിജൻ ലെവൽസ്, ഓഷ്യൻ ഹെൽത്ത്, ഐസ് ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എനർജി ബാലൻസ്, ഇതൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ല എടുക്കുന്നത്. ഒരു ക്ലൈമറ്റ് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേൾഡ് ലീഡേഴ്സ് എങ്ങനെയാണ് ഇതിന് പ്രതികരിച്ചത്, എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ഇത് അറിഞ്ഞിട്ടും എടുത്തത് എന്നുള്ള കാര്യങ്ങൾ മൊത്തവും റെക്കോർഡ് ചെയ്യും. അതായത് മനുഷ്യൻ്റെ ഡിസിഷൻസ് മുഴുവൻ ഇതിനകത്ത് റെക്കോർഡാവും എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ജനറേഷൻ വരികയാണെങ്കിൽ സെയിം മിസ്റ്റേക്ക് ഹാപ്പൻ, അതായത് പിന്നെയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും ചരിത്രത്തിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ഭാവിയിൽ തുറക്കാനൊരു ഇടയുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.